ഇറാൻ യുദ്ധം അധികം വൈകാതെ അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിലവിലെ സാഹചര്യത്തിൽ ഇറാന് അധികകാലം പിടിച്ചു നിൽക്കാനാകില്ല, യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്നും ട്രംപ് പറഞ്ഞു. സമാധാന ധാരണയിലെത്താൻ ഇറാനെ സമ്മർദ്ദത്തിലാക്കുകയാണ് നീക്കത്തിന്റെ ലക്ഷ്യമെന്നും ട്രംപ് വ്യക്തമാക്കി. Oil was down to gasoline was down at numbers that people hadn't seen in years. $1.85, $1.95 for the past Tuesday. I was in Iowa at a stop, and we had $1.95, another one $1.85 a gallon, and we'll see those days pretty soon again, based on everything I see. As soon as the war ends, and I think it's going to end pretty soon. I don't think they can go much longer. Yeah, please. ഐസനാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ഐസൺ, ഈ ഇറാന്റെ സൈനിക ശേഷിയും പ്രതിരോധ ശേഷിയും പൂർണ്ണമായി തകർത്ത ശേഷം മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കൂ എന്നാണല്ലോ ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷനിലൂടെ മിസൈൽ ശേഷിയും സൈനിക ശേഷിയുമൊക്കെ ഏതാണ്ട് പൂർണ്ണമായി തകർത്തു. ഇനിയും ഇറാന് ഒരു തിരിച്ചുവരവില്ല എന്ന കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ സംഘർഷം അവസാനിപ്പിക്കുന്നു എന്നാണോ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നത്? ഗൗതം, തീർച്ചയായും അക്കാര്യം തന്നെയാണ് ട്രംപ് ഇപ്പോൾ അറിയിച്ചത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ യുദ്ധം അധികം നീട്ടിക്കൊണ്ടുപോകാനാവില്ല, യുദ്ധം സമാധാനത്തിലേക്ക് നീങ്ങേണ്ട സാഹചര്യം ലോകത്തിലെ പല വിഷയങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനിയും പിടിച്ചു നിൽക്കാൻ ഇറാന് സാധ്യമല്ല, അവരുടെ ആയുധ ശേഖരങ്ങളെല്ലാം തന്നെ നശിച്ചു കഴിഞ്ഞുവെന്ന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് യുദ്ധം നിർത്താനുള്ള സാധ്യത തുറക്കുന്നു എന്ന് കൃത്യമായൊരു സൂചന ട്രംപ് നൽകുകയും ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ ചോദ്യം എന്ന് പറയുന്നത്, മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഈ എണ്ണവില ഉയരുന്നതുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ തന്നെ ആ എണ്ണവില ഉയരുന്നതിനൊരു ഘടകമായി മാറിയ വിഷയം ഈ ഹോർമൂസിലെ പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഹോർമൂസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി യുദ്ധം ഇനിയും നീട്ടിക്കൊണ്ടുപോകാതെ അധികം വൈകാതെ യുദ്ധം സമാധാനത്തിലേക്ക് എത്തിക്കുക. ഇറാനെ സംബന്ധിച്ചിടത്തോളം ദുർബലമായി കഴിഞ്ഞിരിക്കുന്ന ഒരു സൈനിക ശേഷിയുടെ അവസ്ഥയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇനിയും തുടർന്ന് യുദ്ധം ചെയ്യാനുള്ളൊരു സാധ്യതയില്ല, അല്ലെങ്കിൽ വലിയ ആക്രമണങ്ങൾക്കുള്ള സാധ്യതയില്ല എന്നും കൃത്യമായി പറയുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു നിർണായക ഘടകം IRGC-യുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തെ വായിച്ചെടുക്കേണ്ടത്. അതായത് IRGC ഇറാനിലെ പോർട്ടുകളെ എണ്ണ വിൽപ്പനയ്ക്ക് ഉപയോഗിച്ച് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ഈ ആക്രമണത്തിനുള്ള പണം സ്വരൂപിക്കുന്നത്. പലയിടങ്ങളിൽ നിന്നും മിസൈൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനിലെ പോർട്ടുകളെ ഉപരോധിക്കുന്ന നീക്കം ഏതാണ്ട് 50-ലേറെ കപ്പലുകൾ പോർട്ടുകളിലേക്ക് പോകാനും വരാനും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുകയും ചെയ്തിരുന്നു. ഈ അടുത്ത ദിവസങ്ങളിൽ സെൻട്രൽ കമാൻഡ് അത് സംബന്ധിച്ച് വിശദീകരണങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അങ്ങനെ സാമ്പത്തികമായി തകർന്ന ഇറാൻ സ്വാഭാവികമായും ആയുധശേഖരം ദുർബലമായ ഒരു ഇറാനായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയും തുടർന്ന് കൊണ്ടുപോകേണ്ട സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ വൈകാതെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന കൃത്യമായ സൂചനയാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. സമാന രീതിയിലുള്ള നീക്കങ്ങൾ തന്നെയാണ് തുടർച്ചയായി ലഭ്യമാവുകയും ചെയ്യുന്നത്. അതേസമയം മറ്റൊരു നിർണായക ഘടകം, ശാശ്വത സമാധാന ധാരണ സംബന്ധിച്ച ചർച്ചകളിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. അധികം അക്കാര്യത്തിലും ഒരു തീരുമാനമുണ്ടാകുമ്പോൾ പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷാവസ്ഥ പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. ഓക്കെ, വ്യക്തമാണ് ഐസൻ. എന്തായാലും യുദ്ധം ഉടൻ അവസാനിക്കും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. ഇറാന്റെ സൈനിക ശേഷിയും മറ്റും ഏതാണ്ട് 90% മുകളിൽ തകർത്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇനിയും ഈ യുദ്ധം നീട്ടിക്കൊണ്ട് പോകേണ്ടതില്ല എന്ന കൃത്യമായ സന്ദേശം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. ഐസൺ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്.